നമ്മൾ ഫ്ലവർ ഷോന്റെ പാർക്കിങ്ങിൽ എത്തിയിരിക്കുകയാണ്. വണ്ടി എവിടെ നിർത്തുന്നു അവിടേക്ക് തിരിച്ചു വന്നാൽ മതി. 7:30 മണിക്ക് നിങ്ങൾ ഫ്ലവർ ഷോ ഒന്ന് തിരിച്ചു വരണം. 8 മണിക്ക് വണ്ടി ഇവിടുന്ന് എടുക്കും. ഹലോ, കോട്ടക്കൽ വ്ളോഗിൽ നിന്നും റുബീനയാണ് കേട്ടോ. ഇന്ന് നമ്മൾ യാമ്പു ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മളെ ട്രിപ്പിൻ്റെ മെയിൻ സ്പോട്ടായ യാമ്പു ഫ്ലവർ ഫെസ്റ്റിവലിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പാർക്കിങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ബോട്ടിങ്ങും യാമ്പു ലേക്ക് പാർക്കും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് തിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു 5-10 മിനിറ്റിൻ്റെ ഒരു യാത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ പാർക്കിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അങ്ങനെ എല്ലാവരും ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി ഫ്ലവർ ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ബസ്സിലാണ് കേട്ടോ പോവുക. അത് തികച്ചും ഫ്രീ ആണ്. അങ്ങനെ ഇവിടുന്ന് ഒരു 5 മിനിറ്റിൻ്റെ ഒക്കെ 5 മിനിറ്റൊന്നും ഉണ്ടാവില്ല, അത്രയൊക്കെയുള്ളൊരു യാത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സ്ഥലത്തേക്ക്. അങ്ങനെ ഞങ്ങൾ ബസ്സിൻ്റെ അടുത്ത് ഇങ്ങനെ പോവാണ് കേട്ടോ. ഓരോരോ സെക്കൻഡിലും ബസ് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ബസ് ഫില്ലായി കഴിഞ്ഞാൽ അടുത്ത ബസ് സ്റ്റാർട്ടാവും. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ മാറിയിട്ട് പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ആ റഷൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടോ വിചാരിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തു കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. നമ്മൾ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏത് ബസ്സാണ്, ഏത് ഗ്രൂപ്പാണ്, അതായത് എത്ര എമൗണ്ട് ആയി ഒരാൾക്ക് എന്നൊക്കെ ഉള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെങ്ങനെ ഇവരെ കോൺടാക്ട് ചെയ്യുന്നത് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലെ MC ഫുഡ് സ്റ്റോറീസിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുന്നത്. അതിൽ തായിഫും യാമ്പു ട്രിപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ ഈ ഒരു രീതിയിലാണ് നമ്മൾ അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരാൾക്ക് 130 റിയാലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ യാമ്പു ഫ്ലവർ ഷോൻ്റെ ടിക്കറ്റും പിന്നെ അതിൽ 2 നേരത്തെ ഫുഡും ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റിന് ആവശ്യമില്ല. പിന്നെ ബോട്ടിങ്ങിന് ഓരോരുത്തർക്കും 30 റിയാൽ വെച്ചിട്ടാണ് കേട്ടോ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വരുന്നത്. അങ്ങനെ നമ്മൾ യാമ്പു ഫ്ലവർ ഫെസ്റ്റിവലിൽ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് നമ്മൾ ഫോണിൽ അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ടിക്കറ്റിൻ്റെത്. അവിടെ എൻട്രൻസിൽ കാണിച്ചു കൊടുത്തിട്ട് വേണം അങ്ങോട്ടേക്ക് കടക്കാനായിട്ട്. സമയം ഇപ്പോൾ 5 മണിയൊക്കെ ആയിട്ടുണ്ട്. ആകെ എക്സൈറ്റഡ് ആണ്. നമ്മൾ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. അപ്പോൾ നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ നമ്മളിങ്ങനെ കയറി ചെല്ലുന്നത്. സൈഡിലൊക്കെ ആയിട്ട് കച്ചവടക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റും. ടോയ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുഡ് ഐറ്റംസൊക്കെ ആയിട്ട് അങ്ങനെ എൻട്രൻസിൽ തന്നെ നല്ലൊരു വെൽക്കം, നല്ല അടിപൊളി സീനറി ഫ്ലവേഴ്സൊക്കെ ആയിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ സൈഡിലും ഒക്കെ ആയിട്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫോട്ടോസ് എടുക്കലും വീഡിയോസൊക്കെ എടുക്കലൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും ഓരോ കാഴ്ചകളിലേക്ക് അങ്ങനെ പോവുകയാണ്. ഈ ഒരു സമയമായപ്പോഴേക്കും മക്കളൊക്കെ ടയേർഡായിട്ടുണ്ട് കേട്ടോ. ഷാമോനിക്കൊന്നും ഇതിൽ തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഈ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ട്. സന്നെ തന്നെ ഉറക്കം വരുന്നൊരു സമയമൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പകലിൽ ഉറങ്ങുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയമായപ്പോഴേക്കും ഭയങ്കര ക്ഷീണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുവിധം ഇത് കവർ ചെയ്തു എന്ന് തന്നെ പറയാൻ പറ്റും. കൂടുതൽ നേരമൊന്നും വീഡിയോസൊന്നും വല്ലാണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. മാക്സിമം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ഓരോ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലവർ ഷോ സ്റ്റാർട്ട് ചെയ്യുക വൈകിട്ട് 4 മണി മുതൽ രാത്രി 12 മണി വരെയാണ്. ആ ഒരു സമയത്തിനുള്ളിൽ ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോരോ പ്രോഗ്രാംസാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ശനിയാഴ്ച ആയിരുന്നല്ലോ. വെള്ളിയാഴ്ചയൊക്കെ ഭയങ്കര പ്രോഗ്രാമും കാര്യങ്ങളും ഇവിടെ അടിപൊളിയായിരുന്നെന്നാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു സമയം വൈകിട്ടായതുകൊണ്ട് ഇനി രാത്രിയിലായിരിക്കും ഏറ്റവും അടിപൊളിയുടെ ലൈറ്റിങ്ങും ഫ്ലവറിൻ്റെ അവിടെയൊക്കെയുള്ള ലൈറ്റിങ്ങൊക്കെ ആയിട്ട് ഇതിൽ കുറച്ച് ഭാഗങ്ങൾ കുറച്ച് നേരം ഞങ്ങൾക്ക് അവിടെ നൈറ്റിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് കാഴ്ചകളൊക്കെയാണ് ഉണ്ടായിരുന്നുള്ളത്. പലതരം പൂക്കൾ പല കളറിൽ പല രീതിയിൽ ചുറ്റും ഡെക്കോർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഫ്ലവറിൻ്റെ പേരൊന്നും ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല, എനിക്കറിയില്ല കേട്ടോ. ഏതൊരു ഭാഗത്തുനിന്നും ഫോട്ടോസ് എടുക്കാനും ഒക്കെ നല്ല അടിപൊളി നല്ല സീനറി ഉണ്ടായിരുന്നു കേട്ടോ. അതെ ഫ്ലവറിൻ്റെ ഒക്കെ ഇടയിൽ ഇങ്ങനെ ഓരോ ലൈറ്റിങ് കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ രാത്രി ആയി കഴിഞ്ഞാൽ നല്ല കത്തുമ്പോൾ ഒന്നും കൂടെ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. ഫ്ലവർ ഫെസ്റ്റിവലിൻ്റെ വീഡിയോസിലൊക്കെ കാണുന്നതിലൊക്കെ എത്രയോ അടിപൊളിയായിരുന്നു കേട്ടോ നേരിട്ട് കാണാനിത്. ഈ ബസ്സൊക്കെ പോകുന്നത് നടന്ന് കാണാൻ കഴിയാത്ത ആളുകൾക്ക് ഒരു ബസ് സർവീസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഓരോരോ കാഴ്ചകൾ ഇങ്ങനെ ബസ്സിലൂടെ ഇങ്ങനെ പോയാലും കാണാൻ കഴിയും.
നല്ല ഭംഗിയുണ്ടല്ലേ ഓരോ ചെടികളും കാണാൻ. ഒരുപാട് ഏരിയയിൽ പല തീമിലായിട്ട് പല ഫ്ലവേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കിഡ്സിനുള്ള ലെവലിലായാലും പലതും. പിന്നെ അവിടെയൊക്കെ ലൈറ്റിംഗ് ഉണ്ട്. നൈറ്റിലായി കഴിഞ്ഞാൽ അവിടെയൊക്കെ ലൈറ്റിംഗ് വരുമ്പോൾ ഒന്നും കൂടി അടിപൊളിയാവും. സനൻ്റെ ഫോട്ടോസ് അങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കണം കേട്ടോ. ആളാകെ ടയേർഡായിക്കണം. നല്ല മൂടൊന്നും ഇല്ല ഇപ്പോൾ. ഓരോരോ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് ഫ്ലവർ ഷോൻ്റെ ഏകദേശം ഒരു വ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഭാഗത്ത് മെഡിക്കൽ സെക്ഷൻ കാണും കേട്ടോ. അപ്പോൾ അവിടെ ഫസ്റ്റ് എയ്ഡും അതേപോലെ CPR ഒക്കെ ഇങ്ങനെ കൊടുക്കുക എന്നുള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. واضح انك مستعجل. അവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അതാ ഓരോ ഭാഗത്തും ഫ്ലവർ ഡെക്കോറൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഒരു ഭാഗത്ത് അങ്ങനെ ഉണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പാർക്കാണ് കേട്ടോ. കുട്ടികളെ ഏരിയയാണ് ഇവിടെ. അങ്ങോട്ട് പാർക്ക്, ഫുഡ് ഐറ്റംസ്, കാര്യങ്ങൾ, പോണ്ട്, അങ്ങനെ ഓരോരോ ഐറ്റംസ് ഉണ്ട് ഇവിടെ. പാർക്കൊക്കെ കണ്ടപ്പോൾ മക്കളൊക്കെ ഒന്നും കൂടി ഉഷാറായിട്ടോ. പിന്നെ അവർ ഏരിയ കാണുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ. പക്ഷേ ചാർജ് ചോദിച്ചപ്പോൾ 75 റിയാലാണ് ഓരോരുത്തർക്കും വരുന്നത്. 99 റിയാലാണ് ഓരോരോ ഭാഗത്തിനും വരുന്നത്. സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ. പിന്നെ അതിലൊന്നും പിന്നെ കയറാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതായപ്പോഴേക്കും സന്നിയും ഷാമോനൊക്കെ ആകെ മൂഡ് ഓഫൊക്കെ ആയിട്ടുണ്ടായിരുന്നു. സമയം 6:15 കഴിഞ്ഞപ്പോഴും ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമയം നല്ല കാറ്റും ഒരു തണുപ്പൊക്കെ വരുന്ന ഒരു സമയമായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥ തണുപ്പ് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ മദീനത്തൊക്കെ ജിദ്ദക്കാളേറെ കുറച്ചുകൂടെ തണുപ്പുള്ള സമയമാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഫുഡ് കോർട്ടാണ് കേട്ടോ. ഒരുപാട് ലേഡീസ്, നമ്മൾ സൗദി വനിതകളും ഒക്കെ ഇവിടെ ഓരോരോ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസും ഒക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവില്ല എക്സിബിഷനൊക്കെ, ഓരോരോ സ്റ്റാളൊക്കെ ഇട്ടിട്ട് അതേപോലെയാണ് കേട്ടോ. ഓരോരോ ചെറിയ സ്റ്റാളൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി അവർ ഫുഡൊക്കെ അവർ സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഭാഗത്തേക്കൊന്നും നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. മക്കളാകെ മൂഡ് ഓഫ് ആക്കിയിട്ട് പിന്നെ ഒന്നിനും സമ്മതിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം മൊത്തം ഫുഡും അതേപോലെ
കിഡ്സിൻ്റെ പാർക്ക്, പിന്നെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലും ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടുള്ളത്. പിന്നെ ഇവിടെ ലൈറ്റൊക്കെ ഇടാൻ തുടങ്ങി, നല്ല ലൈറ്റിങ്ങൊക്കെ കാണാൻ തുടങ്ങി, ഒന്നും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടോ. പക്ഷേ ഈ ഒരു സമയം ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പകലാണ് ഒന്നും കൂടെ ഫോട്ടോസ് ക്ലിയറൊക്കെ ഉണ്ടാവുക. ലൈറ്റ് കാണുമ്പോൾ ഒന്നും കൂടെ ഒരു ഭംഗി ഉണ്ടാവും ഈ ഒരു ഫ്ലവർ ഷോ. അങ്ങനെ സന്നക്കൊക്കെ ഉറക്കം വന്ന് അവളങ്ങനെ എടുത്ത് നടക്കണം കേട്ടോ. ആകെ ടയേർഡായിട്ടുണ്ട്. ഫ്ലവർ ഹോട്ടലേ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് നടക്കണം, അങ്ങനെ കവർ ചെയ്യാം. അങ്ങനെ നമ്മൾ ഏകദേശമൊക്കെ ഒന്ന് കവർ ചെയ്ത് പുറത്തേക്ക് പോകാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ എൻട്രൻസിൻ്റെ വ്യൂ ആണ് കേട്ടോ. അടിപൊളിയായിരുന്നു. ലൈറ്റിംഗ് ഒക്കെ വെച്ചപ്പോൾ ഒന്നും കൂടെ കാണാൻ ഭംഗിയുണ്ട്. അപ്പോൾ ജിദ്ദക്കാരൊക്കെ ഉണ്ടെങ്കിൽ മദീനത്ത് തായിഫിൽ ആ ഭാഗത്തുള്ളവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് കേട്ടോ യാംബു ഫ്ലവർ ഷോ. എല്ലാ കൊല്ലം ഉണ്ടാവുന്നതാണിത്. അങ്ങനെ നമ്മൾ അവിടുന്ന് അവരെ ബസ്സിൽ തന്നെ നമ്മൾ പാർക്കിങ്ങിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളായിരിക്കും ഫസ്റ്റ് എത്തിയിട്ടുണ്ടാവുക. മക്കൾ തന്നെ വല്ലാണ്ട് അവിടെ നിൽക്കാൻ സമ്മതിച്ചിട്ടില്ല. അവർക്ക് പോപ്കോണും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തേക്കാണ്ട് ഞങ്ങൾ തിരിച്ച് ബസ്സിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. വന്നപ്പോൾ നമ്മൾ മാത്രമേ ഫസ്റ്റ് വന്നിട്ടുണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബസ്സിൽ വേറെ ആളുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളൊരു 7:30 ആയപ്പോഴേക്കും ബസ്സിലെത്തി. അവിടുന്ന് എല്ലാവരും എത്തി. 8 മണി 8:45 ആയപ്പോഴേക്കും ബസ് അവിടുന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ റൂമിലോട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. ആ ഒരു സമയം നമുക്ക് അൽബേക്കിൻ്റെ ബർഗർ വന്നിട്ടുണ്ടായിരുന്നു ഓരോരുത്തർക്കും. അതൊക്കെ കഴിച്ചിട്ട് കുട്ടികളൊക്കെ സുഖമായിട്ട് അങ്ങ് കിടന്നുറങ്ങി. നല്ലോണം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പകലുറങ്ങാത്ത ഒരു കാരണം കൊണ്ട്. അങ്ങനെ ഇത്രയൊക്കെയുള്ളൂ നമ്മൾ യാംബു ഫ്ലവർ ഫെസ്റ്റിവൽ നമ്മൾ ട്രാവൽ എക്സ്പീരിയൻസ് ഒക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.